Dear friends, welcome to Learn English Grammar with Madhav Mash. നമുക്ക് ഇന്ന് കോർഡിനേറ്റീവ് കൺജങ്ഷൻ ആയ ഐദറോ നൈദറോ നോട്ട് ഓൺലി ബട്ട് ആൾസോ. അതേസമയം ഞാൻ ഇന്ന് ഐദറോറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഐദറോറ് ഒരു കോറിലേറ്റീവാണ്, കോർഡിനേറ്റീവാണ്. അതിനർത്ഥം ഈക്വൽ റാങ്കുള്ള രണ്ട് ക്ലോസുകളെയാണ് ഐദറോറ് യോജിപ്പിക്കുക. ചുരുക്കി പറഞ്ഞാൽ ഒരു കോമ്പൗണ്ട് സെനൻസ് ആണ് ഉണ്ടാവുക. ഐദറോറ് വെച്ച് ഒരു വാചകം രണ്ട് വാചകങ്ങളെ കൂട്ടിച്ചേർത്താൽ അത് ഒരു കോമ്പൗണ്ട് സെനൻസായി മാറും. അത് നമുക്കറിയാം. കോമ്പൗണ്ട് സെനൻസ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ മെയിൻ ക്ലോസുകളുള്ള വാചകത്തിനെയാണ് കോമ്പൗണ്ട് സെനൻസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഐദറോറിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഐദറോറ് എവിടെയാണിത് വെക്കേണ്ടത് എന്ന് അറിയണ്ടേ. ഞാൻ എക്സാമ്പിളുകൾ മുമ്പ് തന്നിട്ടുണ്ടാവും. രണ്ട് സബ്ജക്റ്റുകളെ തമ്മിൽ രണ്ട് സബ്ജക്റ്റേ വ്യത്യാസം എന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്, അതായത് വാചകം തുടങ്ങുന്നതേ ഐദറായിരിക്കും. അപ്പോൾ രണ്ട് സബ്ജക്റ്റുകൾ തമ്മിൽ ചേരുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചാണ് വെർബിനെ അഗ്രി ചെയ്യുകയെന്ന് ഞാൻ പറഞ്ഞു ഐദറോറിൻ്റെ. ഇനിയിപ്പോൾ സബ്ജക്റ്റ് വ്യത്യാസം ഉണ്ടാകുമ്പോൾ ആദ്യം തുടങ്ങും. സബ്ജക്റ്റാണുള്ള വാചകത്തിൻ്റെ തുടക്കം ഉണ്ടാവുക. അപ്പോൾ ആദ്യം തുടങ്ങും. അപ്പോൾ ഐദർ രാമ ഓർ ഹിസ് പാരൻസ് ആർന്നാണ് അതിൻ്റെ വെർബ് വരിക എന്ന് നമുക്കറിയാം. കാരണം ഐദറോറുകൊണ്ട് രണ്ട് സബ്ജക്റ്റുകളെ യോജിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വെർബ് അഗ്രി ചെയ്യിക്കണം. അതായത് അതിന് നമ്മൾ കോൺകോഡ് എന്ന് പറയും. അതായത് ദ വെർബ് ഷുഡ് അഗ്രി വിത്ത് ദ സബ്ജക്റ്റ് ജസ്റ്റ് ബിഫോർ ഇറ്റ്. അപ്പോൾ വെർബ് ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സബ്ജക്റ്റിനെ ആയിട്ട് അഗ്രി ചെയ്യണം. മനസ്സിലായ കാര്യം. വെർബിൻ്റെ പൊസിഷൻ എവിടെയാണോ വരുന്നത് അതിന് തൊട്ട് മുമ്പുള്ള സബ്ജക്റ്റിനനുസരിച്ചാണ് വെർബ് അഗ്രി ചെയ്യേണ്ടത്. അതേസമയം വിത്ത്, അലോങ് വിത്ത്, ടുഗദർ വിത്ത്, അക്കമ്പനീഡ് ബൈ, ആസ് വെൽ ആസ് തുടങ്ങിയ കൺജങ്ഷൻ കൊണ്ട് രണ്ട് സബ്ജക്റ്റ് യോജിപ്പിക്കുമ്പോൾ നേരെ മറിച്ചാണ്. ആദ്യത്തെ സബ്ജക്റ്റ് അനുസരിച്ച് വെർബിനെ അഗ്രി ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും അപ്പോൾ ഐദറോറ് എവിടെ വയ്ക്കുക? ഒരു വാചകത്തിൽ സബ്ജക്റ്റുകൾ രണ്ട് വാചകങ്ങൾ തരുമ്പോൾ അതിൽ രണ്ട് സബ്ജക്റ്റുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. ചിലപ്പോൾ രണ്ട് വാചകത്തിൽ വെർബുകൾ വ്യത്യാസം ഉണ്ടാകും. രണ്ട് വാചകത്തിലെ ഒബ്ജക്റ്റുകളും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ സബ്ജക്റ്റ് വ്യത്യാസപ്പെടാം, ഒബ്ജക്റ്റ് വ്യത്യാസപ്പെടാം, വെർബ് വ്യത്യാസപ്പെടാം. ഈ ഐദറോറ് എവിടെ വെക്കണ്ടേ വെച്ചാൽ വ്യത്യാസങ്ങൾ എവിടെയാണോ അതിൻ്റെ തൊട്ട് മുമ്പ് ഐദർ വെക്കണം. ഇപ്പോൾ സബ്ജക്റ്റുകൾ ഒന്നിൽ രാമനും ഒന്നിൽ സീതയാണെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് തുടങ്ങി നമ്മൾ രാമ തുടങ്ങണേ തൊട്ട് മുമ്പ് ഐദർ രാമ ഓർ സീത. അപ്പോൾ സബ്ജക്റ്റുകളാണ് വ്യത്യാസം. അതേസമയം വെർബ് വ്യത്യാസമാണെങ്കിലോ നീ ഒന്നുകിൽ അത് വിൽക്കണം അല്ലെങ്കിൽ അത് വാങ്ങണം. അപ്പോൾ വാങ്ങണം വിൽക്കണം എന്നുള്ളതാണ് അതിൻ്റെ വെർബ്. അപ്പോൾ യു മസ്റ്റ് ഐദർ സെൽ ഇറ്റ് ഓർ ബൈ ഇറ്റ് എന്ന് വയ്ക്കണം. ഇനി ഒബ്ജക്റ്റുകളുടെ വ്യത്യാസമാണെങ്കിലോ ഒബ്ജക്റ്റിനെ തൊട്ട് മുമ്പ് ഇപ്പോൾ ഞാൻ പറയാം യു മസ്റ്റ് ബൈ ആപ്പിൾ, യു മസ്റ്റ് ബൈ ഓറഞ്ചസ്, യു മസ്റ്റ് ബൈ ഐദർ ആപ്പിൾസ് ഓർ ഓറഞ്ചസ്. അപ്പോൾ വ്യത്യാസങ്ങൾ എവിടെയാണോ അതിന് തൊട്ട് മുമ്പ് വേണം ഐദർ ഓർ. ഒരു വ്യത്യാസം കഴിഞ്ഞുകൊണ്ട് ഓർ വയ്ക്കണം. ഇപ്പോൾ രാമനും സീതയാണെങ്കിൽ ഐദർ രാമ ഓർ സീത. അപ്പോൾ സബ്ജക്റ്റ് ഐദർ യു സെൽ ഇറ്റ് ഓർ ബൈ ഇറ്റ്. അപ്പോൾ വെർബുകൾ വ്യത്യാസം. അതേസമയം ആപ്പിളും ഓറഞ്ചുമാണ് വാങ്ങണമെന്ന് വെച്ചോളോ യു മസ്റ്റ് ബൈ ഐദർ ആപ്പിൾ ഓർ ഓറഞ്ച്. അപ്പോൾ വ്യത്യാസം എവിടെയാണോ അതിൻ്റെ തൊട്ട് മുമ്പ് ഐദർ, ഒരു വ്യത്യാസം കഴിഞ്ഞ ഉടനെ ഓർ വയ്ക്കുക, അടുത്ത വ്യത്യാസം വയ്ക്കുക. ഇങ്ങനെയാണ് ഐദറോറ് ഉപയോഗിക്കേണ്ടതായിട്ടുള്ളത്. മനസ്സിലായില്ലേ? വ്യത്യാസങ്ങൾ ഒരു രണ്ട് വാചകങ്ങളെ നമ്മൾ ഐദറോറ് കൊണ്ട് യോജിപ്പിക്കുമ്പോൾ ഈ രണ്ട് വാചകങ്ങളിൽ ആര് തമ്മിലാണ് വ്യത്യാസം? രണ്ട് വാചകത്തിൽ സബ്ജക്റ്റ് വ്യത്യാസം ഉണ്ടോ നോക്കണം, രണ്ട് വാചകത്തിലെയും പ്രെഡിക്കേറ്റ് അല്ലെങ്കിൽ വെർബ് വ്യത്യാസം ഉണ്ടോ നോക്കണം, രണ്ട് വാചകത്തിലെയും ഒബ്ജക്റ്റ് വ്യത്യാസം ഉണ്ടോ നോക്കണം. എന്നിട്ടോ വ്യത്യാസം എവിടെയാണോ അതിനനുസരിച്ച് ആ വ്യത്യാസത്തിൻ്റെ തൊട്ട് മുമ്പ് ഐദർ വയ്ക്കുക, ആ വ്യത്യാസം കഴിഞ്ഞുടനെ ഓർ വയ്ക്കുക, അടുത്ത വ്യത്യാസം വയ്ക്കുക. അപ്പോൾ സബ്ജക്റ്റായ വ്യത്യാസം ഉണ്ടെങ്കിൽ തുടക്കത്തിൽ, വെർബായ വ്യത്യാസം ഉണ്ടെങ്കിൽ സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം, ഒബ്ജക്റ്റായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവസാന ഭാഗത്തേക്കാണ് വരിക. പ്രെഡിക്കേറ്റ് ഭാഗത്തേക്കല്ലേ വരുന്നത്. പ്രെഡിക്കേറ്റ് ഒബ്ജക്റ്റും കൂടി നമ്മൾ ഒന്നിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളുകളാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തരാൻ പോകുന്നത്. സബ്ജക്റ്റുകൾ വ്യത്യാസമുള്ളതും വെർബ് വ്യത്യാസമുള്ളതും ഒബ്ജക്റ്റ് വ്യത്യാസമുള്ളതും ഐദറോർ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഐദറോർ എങ്ങനെയാണെന്നുള്ളതും പറഞ്ഞുതരാം. ഇന്നിപ്പോൾ ഐദറോറിൻ്റെ കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് ബോർഡിലേക്ക് പോകാം. I must go to Trichy.
ഐ മസ്റ്റ് ഗോ ടു കൊച്ചിൻ ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഐ, ഇവിടെ സബ്ജക്റ്റ് ഐ, ഈ രണ്ട് വാചകത്തിന് നമ്മൾ ഐദർ ഓറോട് യോജിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ മസ്റ്റ് ഗോ വെർബിൽ വ്യത്യാസമില്ല, സബ്ജക്റ്റിൽ വ്യത്യാസമില്ല, വെർബിൽ വ്യത്യാസമില്ല. പിന്നെ എന്താ വ്യത്യാസം? ഇതാ ഈ ഭാഗമാണ് വ്യത്യാസം. ടു തൃശ്ശൂർ ടു കൊച്ചി. അപ്പോൾ വ്യത്യാസം എവിടെ കാണുന്നുവോ അതിൻ്റെ തൊട്ട് മുമ്പ് ഐദർ വയ്ക്കണം. അപ്പോൾ എങ്ങനെയാണ് തുടങ്ങുക? ഐ മസ്റ്റ് ഗോ ഐദർ ടു തൃശ്ശൂർ ഓർ ടു കൊച്ചി. അല്ലാണ്ട് ഐദർ ഐ മസ്റ്റ് ഗോ എന്നല്ല, അല്ലെങ്കിൽ ഐ മസ്റ്റ് ഐദർ ഗോ എന്നല്ല. കാരണം സബ്ജക്റ്റും വെർബല്ല വ്യത്യാസം. ഒബ്ജക്റ്റ് പാർട്ടാണ്, ഒബ്ജക്റ്റ് അല്ല എന്നാലും ഒബ്ജക്റ്റ് പാർട്ട് ഭാഗത്തേക്കാണ് വരുന്നത്. ആയതുകൊണ്ട് ആ വ്യത്യാസം എവിടെ കാണും? ടു തൃശ്ശൂർ ഓർ ടു കൊച്ചി. അപ്പോൾ ഐദറോട് ഈ ഭാഗം ഒബ്ജക്റ്റ് വ്യത്യാസം വരുന്ന ഭാഗത്ത് ചെയ്യാം. ഇനി രണ്ടാമത്തെ, മൈ പാരൻസ് ഹാവ് ടു ഗോ ടു ടെമ്പിൾ. എൻ്റെ അച്ഛൻ, രണ്ട് രക്ഷിതാക്കന്മാർക്ക് അമ്പലത്തിൽ പോകേണ്ടതുണ്ട്. ഹാവ് ടു എന്നുള്ള മസ്റ്റ് നടത്തണം. ഐ ഹാവ് ടു ഗോ ടു ടെമ്പിൾ. സബ്ജക്റ്റിൽ എന്താ വ്യത്യാസം? ഒന്ന് സബ്ജക്റ്റ് അതെ, മൈ പാരൻസ് എന്നാണ് സബ്ജക്റ്റ്, ഇവിടെ ഐ എന്നാണ്. ആ സബ്ജക്റ്റിൻ്റെ വ്യത്യാസമാണെങ്കിൽ ഐദറോടെ എവിടെ വയ്ക്കുക? തൊട്ട് മുമ്പ് വയ്ക്കുക. ഐദർ മൈ പാരൻസ് ഓർ ഐ. സബ്ജക്റ്റിൻ്റെ വ്യത്യാസം ഇപ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റ് വെർബാക്കി ചെയ്യണം. ഹാവ് ടു ഗോ ടു ടെമ്പിൾ. അങ്ങനെ എത്ര എഴുതുന്നത്? ഐദർ മൈ പാരൻസ് ഓർ ഐ ഹാവ് ടു ഗോ ടു ടെമ്പിൾ. ശരിയായിരുന്നു ഉത്തരം. ഐദർ മൈ പാരൻസ് ഓർ ഐ ഹാവ് ടു ഗോ ടു ടെമ്പിൾ. എവിടെയാണ് വ്യത്യാസം വന്നത്? ടെമ്പിളും വ്യത്യാസമില്ല. ഐദർ മൈ പാരൻസ് ഓർ ഐ ഹാവ് ടു ഗോ ടു ടെമ്പിൾ. അപ്പോൾ വ്യത്യാസം കണ്ട തൊട്ട് മുമ്പാണ് വയ്ക്കുന്നത്. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ, അതിൻ്റെ ഉത്തരം ഞാൻ എഴുതിയില്ല എന്നാലും പറയാം. ഐ ഹാവ് ടു സെൽ ദ പ്രോപ്പർട്ടി. ഐ സബ്ജക്റ്റ്, വെർബ് ഏതാ? ഹാവ് ടു സെൽ. ദ പ്രോപ്പർട്ടി വ്യത്യാസമില്ല. ഐ ഹാവ് ടു സെൽ ദ പ്രോപ്പർട്ടി ഓർ ഐ ഹാവ് ടു ടേക്ക്. വെർബ് ഏതാ? എനിക്ക് ടേക്ക് എ ലോൺ. സെൽ ദ പ്രോപ്പർട്ടി ഓർ ടേക്ക് എ ലോൺ. അപ്പോൾ എവിടെ വ്യത്യാസം? ഈ വെർബിൻ്റെ വ്യത്യാസം. അപ്പോൾ അതിന് തൊട്ടുണ്ട് ഐ ഹാവ് either to sell the property or to take a loan from the bank. അതുകൊണ്ട് either ആയിരുന്നല്ല, ഐ ഹാവ് either to sell, ഹാവ് രണ്ടിലുണ്ട്. ടു സെല്ലും ടു ടേക്കാണ് വ്യത്യാസം. ആ വ്യത്യാസം തൊട്ട് മുമ്പ് വയ്ക്കുക. ടു ഇൻഫിനിറ്റിയാണ് വ്യത്യാസം വരുന്നത്. ഐ ഹാവ് either to sell the property or I have to take a loan from the bank എന്നാണ് ഉത്തരം വരിക. അത് ഞാനിവിടെ എഴുതാം. I have either to take a loan or to sell the property. I have either to take a loan or sell the property. ഇതാണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ സബ്ജക്റ്റ് വ്യത്യാസം വരാം, ഒബ്ജക്റ്റ് വ്യത്യാസം വരാം, വെർബ് വ്യത്യാസം വരാം. സബ്ജക്റ്റ് വരാം, വെർബ് വരാം, ഒബ്ജക്റ്റ് വരാം. ഇങ്ങനെ 3 തരത്തിലുള്ള വ്യത്യാസമാണ് വരിക. അത് ശ്രദ്ധിച്ചിട്ട് എഴുതണം. പക്ഷേ ഐദറോറിന് അത്ര ബുദ്ധിമുട്ടില്ല. നൈദറിനോർ വരുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ട് വരും. എന്താ വെച്ചാൽ വെർബിന് വ്യത്യാസം വരുമ്പോൾ നമ്മൾ ഇൻവേർഷൻ ഓഫ് സബ്ജക്റ്റിൻ്റെ വെർബ് വരും. ഇൻവേർഷൻ വരേണ്ടി വരും. അവിടെ ഡിഡ് സഹായിക്കുന്ന വെർബിനെ പൊളിച്ച് എഴുതേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. ഇന്ന് ഐദറോറിനെ കുറിച്ചാണ് പറഞ്ഞത്. അടുത്ത ക്ലാസ്സിൽ നൈദറിനോറിനെ കുറിച്ച് പറഞ്ഞു തരാം. ഈ 3 എക്സാമ്പിളുകളും വേണ്ട പോലെ ഒന്ന് എഴുതി പഠിക്കുക. ഇത് ലാസ്റ്റ് വേണം എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഐ ഹാവ് either to sell the property or to take a loan from the bank. ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഇത് ഞാനിവിടെ എഴുതിയിട്ടില്ല, വിട്ടുപോയതാണ്. എൻ്റെ കൈയക്ഷരം കുറച്ച് ഇതായതുകൊണ്ട് ഐ ഹാവ് either to take a loan or to sell the property എന്നാണ്. അല്ലെങ്കിൽ മറിച്ചും പറയാം, ഐ ഹാവ് to sell the property or to take a loan എന്ന് പറയാം. അങ്ങനെയൊന്നും കുഴപ്പമില്ല. ആദ്യം വന്നാലും വിരോധമൊന്നുമില്ല. അപ്പം ഇതാണ് ഇതിൻ്റെ ഉത്തരം. അതുപോലെ ഇതാണ് എൻ്റെ ക്ലാസ് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത് വീണ്ടും ആവർത്തിച്ച് എഴുതി പഠിക്കുക. ഓരോ എക്സാമ്പിളും 2-3 പ്രാവശ്യം എഴുതുക. കുട്ടികൾ വീട്ടിലാത്ത സമയത്ത് അമ്മമാർ ഇത് എഴുതി പഠിക്കുക. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇതിൻ്റെ എക്സാമ്പിളുകൾ പറഞ്ഞു കൊടുക്കുക. കൂടുതൽ എക്സാമ്പിളുകൾ ഞാൻ വേണ്ടി വന്നാൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എൻ്റെ ക്ലാസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.